ഏവർക്കും സ്നേഹവന്ദനം. ഇന്നു ഞാൻ പറയുവാൻ പോകുന്ന വിഷയം ആർക്കും അത്ര കണ്ട് ഇഷ്ടമാകുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇത് പറയാതെ വയ്യ. നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും തിരിയുന്ന ദൈവദാസന്മാരുടെ എണ്ണം ഇന്ന് സീമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വിശ്വാസ സമൂഹം വളരെ ഞെട്ടലോടെയാണ് കാണുന്നത്. ഇവരുടെയൊക്കെ പിന്നാമ്പുറം അറിയുമ്പോൾ വളരെ വേദനാജനകമാണ്. ഇവരെ അലട്ടുന്ന ഒന്നാമത്തെ പ്രശ്നം സാമ്പത്തികം തന്നെ. ദൈനംദിന ചിലവുകൾ ഏറി വരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസം, വിവാഹം എന്നിവ ഏതൊരു ദൈവദാസന്റെയും സ്വപ്നമാണ്. അതിനായി അവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരുടെ ദയാവായ്പിനായി കാത്തു നിൽക്കേണ്ടി വരുന്നു. മാസം കിട്ടുന്ന തുച്ഛമായ വരുമാനം അവരെ എങ്ങും എത്തിക്കുന്നുമില്ല. മാസം തോറും എന്തെങ്കിലും സ്പോൺസർമാരിൽ നിന്ന് കിട്ടുന്ന പണം അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് തികയില്ല എന്നത് വാസ്തവമാണല്ലോ. സ്പോൺസർമാർക്കും ആരെയും മൊത്തമായി ഏറ്റെടുക്കുവാൻ സാധിക്കില്ലല്ലോ. അവർ ജോലി ചെയ്ത് ചോര നീരാക്കി ദൈവവേലയെ സ്നേഹിച്ചു കൊടുക്കുന്നതാണ് എന്ന് വിസ്മരിക്കുന്നില്ല. പിന്നെ രണ്ടാമതായി അലട്ടുന്ന പ്രശ്നം രോഗം. അത് ചികിത്സയാൽ ഭേദപ്പെടില്ല എന്നറിയുമ്പോൾ ഉള്ള നിരാശ. അത് ചികിത്സിക്കുവാൻ വേണ്ടി വരുന്ന പണം അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. പാസ്റ്റർമാർക്ക് അങ്ങനെ പാടുണ്ടോ, ഇങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാമെങ്കിലും ആകാശത്ത് നിന്ന് തീ ഇറക്കിയ നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് പോലും മതി കർത്താവേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് നിരാശയിലും കഷ്ടത്തിലും കൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരെ നിസാരവൽക്കരിക്കരുത്. പിന്നെ കൂടുതൽ പ്രവർത്തകരാലും സംഘടനക്കാരാലും ഉള്ള ഒറ്റപ്പെടുത്തൽ, അതൊക്കെ ദൈവദാസന്മാരെ കനത്ത മാനസിക സംഘർഷത്തിൽ കൊണ്ടെത്തിക്കും എന്നതിന് തർക്കമില്ല. അതിന് പരിഹാരമുണ്ടോ? ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. പാസ്റ്റർമാർ ഈ ലോകത്തിൽ നല്ല മാന്യതയും സുഖ സൗകര്യങ്ങളിലും നല്ല നിലവാരം അർഹിക്കുന്നവർ ആകയാൽ അവരുടെ ബിബ്ലിക്കൽ സെമിനാരി കാലയളവിൽ തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും ജോലി ചെയ്ത് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം നടപ്പിലാക്കണം. ജോലി ചെയ്ത് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുന്നത് ഒരു ആക്ഷേപ കാര്യമല്ല എന്നുള്ളത് പാസ്റ്റർമാർക്ക് മനസ്സിലാക്കേണ്ടതാണ്. കൂടാരപ്പണി ചെയ്ത പൗലൂസ് ഒരു നല്ല മാതൃകയാണ്. ഇന്ത്യ ഒഴികെയുള്ള എല്ലാ പാസ്റ്റർമാർക്കും സുവിശേഷ വേലയോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയിലും ഒറ്റതിരിഞ്ഞ് സ്വന്തമായി അധ്വാനിക്കുന്ന സഭാപരിപാലനം നടത്തുന്നവർ ഉണ്ട് എന്നത് മറന്നു പോകരുത്. പ്രിയ ദൈവദാസന്മാരെ, നിങ്ങളിൽ തന്നെ ശക്തന്മാർ ആകേണ്ടതുണ്ട്. ഈ ലോകം വിശാലവും ഇവിടെ ഒത്തിരി അവസരങ്ങളും നിങ്ങളെ തേടി ഇരിക്കുമ്പോൾ നിരാശരാകാതെ അത് തേടി കണ്ടെത്തുക. അതുകൊണ്ട് പ്രിയ ദൈവദാസന്മാരെ, മാസം തോറും കിട്ടുന്ന ചെറിയ തുകകൾക്ക് വേണ്ടി മാത്രം നോക്കിയിരിക്കാതെ അഭിമാനത്തോട് നിങ്ങളെ ഏൽപ്പിച്ച അജഗണങ്ങളെ പരിപാലിക്കുവാൻ ഉള്ള അതുല്യ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയുവാനും അതിനായി ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് പ്രേക്ഷിത വൃത്തിയിൽ പ്രവർത്തന നിരതായി തീരുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ.